മീഡിയ അതുപോലെ നമ്മുടെ സഹാറ കലാസംഘത്തെ നിങ്ങൾ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. വേദിയിലെത്തുന്നു ബാസിത് കഴിഞ്ഞ സംസ്ഥാന സാഹിത്യോത്സവിലെ വിന്നറാണ്. അതിനുപരി പല മീഡിയകളിലൂടെയും തന്റെ ചെറിയ ശബ്ദമാധുര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ജനശ്രദ്ധേയമായി ഇടം പറ്റിയ ഒരു കൊച്ചു കലാകാരനാണ്. എന്റെ റിലേഷൻ കൂടിയാണ് ബാസിത്. നമുക്ക് യാസീൻ നല്ലൊരു പാട്ട് നമുക്ക് കാഴ്ചവെക്കും. अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। रूहे रूहिंदे रूहे नूरे नूरिलुम नूरे रूहे रूहिंदे रूहे नूरे नूरिलुം നൂറേ ഇഷ്കിന്റെ ബഹറേ ഇഖ്ലാസിൻ കദിരേ കദ്റേതു തീർന്നാലും തീരാത്ത കദ്റേ ബശറാരും ചൂടാത്ത താജാന ബശറേ എങ്ങനെ ഞാൻ എഴുതും അങ്ങയെ എങ്ങനെ ഞാൻ പുകഴ്ത്തും എങ്ങനെ ഞാൻ എഴുതും അങ്ങയെ എങ്ങനെ ഞാൻ പുകഴ്ത്തും റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ ചേലുള്ള ഈമാൻ തുളുമ്പുന്ന അബൂബക്കർ സിദ്ദീഖ് പോരും പാവന ദീനിന്റെ പതറാത്തൊരായുധം ഉമർ ബിനുൽ ഖത്താബ് പോരും പാലൊളി ചേലുള്ള ഈമാൻ തുളുമ്പുന്ന അബൂബക്കർ സിദ്ദീഖ് പോരും വലയുണ്ട് വെളിയിലലയുണ്ട് കോടാനുകോടി സ്വലാത്തുകൾ ചൊന്നാലും നടപ്പാട് തീരുകില്ല അത്യാംഗ ജീവിതം അർഹിക്കും അതുകൊണ്ട് ആർക്കും കഴിയുകില്ല കഴിയുകില്ല റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ. മാഷാ അല്ലാഹ്, കൺഗ്രാറ്റുലേഷൻ യാസീൻ. എന്ന് മുതലാണ് ഈ പാട്ട് രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്? മൂന്നാം ക്ലാസ്. പാട്ടിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിൽ ഉമ്മയാണോ ഉപ്പയാണോ ഇത്താത്തയാണോ ഇക്കാക്കയാണോ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്? ഇക്കാക്കയാണ്. ഇക്കാക്ക പാട്ട് പഠിപ്പിച്ചു ചെറുപ്രായത്തിലെ. മാഷാ അല്ലാഹ്, നല്ല ശബ്ദ മാധുര്യങ്ങളെ കൊണ്ട് ജനശ്രദ്ധേയമായ ഒരു പാട്ടുകാരനാണ്. കഴിഞ്ഞ സാഹിത്യോത്സവിൽ അതുപോലെ പല വേദികളിലും ചുരുങ്ങിയ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ കിട്ടിയ അവസരങ്ങൾ വളരെ ജനശ്രദ്ധേയമായി ജനങ്ങൾ ഏറ്റെടുത്തൊരു കലാകാരനാണ്. അല്ലാഹു തആല നബിയുടെ മദ്ഹിലായിട്ട്
പാടി ഇനിയും ആ ശബ്ദമാധുര്യം ഹബീബിന്റെ മദ്ഹിലായിട്ട് കാഴ്ചവെക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും ഉയരങ്ങളിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. യാസീൻ എൻ്റെ ഉപ്പയുടെ പെങ്ങളെ മോനാണ്, അമ്മായിയുടെ മോനാണ്. അമ്മായിയും ചെറുപ്രായത്തിലെ നല്ല പാട്ടുകാരായിരുന്നു. മദ്രസ കാലത്തൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാട്ടുകൾ പഠിപ്പിച്ചിരുന്നത് ഇവന്റെ ഉമ്മയായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇനിയും ഉയരങ്ങളിൽ എത്തിക്കുമാറാകട്ടെ. വേദിയിലെത്തുന്നു ദിൽഷാൻ ഷെൽസഹാറിലെ കൊച്ചു കലാകാരനാണ് ദിൽഷാന്റെ ശബ്ദമാധുര്യം ഇന്ന് വളരെയധികം കേരളക്കരയെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിൽഷാന്റെ ഒരു പുതിയ ആൽബം വരുന്നുണ്ടല്ലേ, എന്താണ് പേര്? അഹ്സനുൽ ഖുൽഖ് എന്നൊരു പുതിയൊരു ആൽബം റിലീസ് ആവുന്നുണ്ട്. ആ പാട്ട് എഴുതിയത് ഇർഷാദ് ഉസ്താദാണ് പാട്ട് എഴുതിയത്. ആ പാട്ടിന്റെ ഇർഷാദ് ഉസ്താദ് നമ്മുടെ വേദിയിലോ